ഒരു 3-4 ദിവസമായിട്ട് ഞാനും മോളും ഭയങ്കര ബിസിയാണ് കേട്ടോ. ബിസിയുടെ കാര്യം ഇത് തന്നെയാണ്. സ്കൂൾ ഓപ്പൺ ആവാനായി. ഓപ്പൺ ആവുന്നതിന് ഒരു 2 ദിവസം മുന്നേ ഉള്ള ഒരു വെപ്രാളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വെക്കേഷനായിട്ട് നമ്മുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ കുറച്ചധികം തന്നെ ഉണ്ടല്ലോ. എല്ലാ സബ്ജക്റ്റിലും ഓരോ അസൈൻമെൻറ്റ് ഉണ്ട്. ഞാൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കും എഴുതിക്കുമെന്ന്. പക്ഷേ മൂട്ടിൽ വെച്ചിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവർ പേജ് കാണുമ്പോൾ ഞാൻ ആലോചിച്ചു പോയത് എൻ്റെ സ്കൂൾ കാലഘട്ടം കേട്ടോ. ഇതുപോലെ കവർ പേജ് അടിപൊളിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അസൈൻമെൻറ്റിൻ്റെ ഉള്ളിലെ സബ്ജക്റ്റ് കുറച്ച് കുറവാണെങ്കിലും കവർ പേജ് അടിപൊളിയാക്കി ടീച്ചർമാരെ കുപ്പിയിലാക്കുന്ന പരിപാടി പണ്ട് മുതലേ എനിക്കുള്ളതാണ് കേട്ടോ. അത് ഞാനിവിടെ മോളുടെ അസൈൻമെൻറ്റിലൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ക്ലിക്കാവുമോ എന്നറിയില്ല. ഇവിടെ എന്താ സ്ഥിതിയെന്ന് എനിക്കറിയില്ല. എൻ്റെ പഴയ ടീച്ചേഴ്സോ കൂട്ടുകാരോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം അതവിടെ നിൽക്കട്ടെ. ഞാൻ എങ്ങനെയാണ് ബിസി എന്താ നിങ്ങൾ കണ്ടല്ലോ. സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യലാണ് എല്ലാ അമ്മമാരുടെയും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോലി. അപ്പം 1-2 ഐറ്റംസ് ഒന്നും മതിയാവില്ല കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അച്ചാറും കുറച്ച് ഉപ്പിലിട്ട മാങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറൊന്ന് കഴിപ്പിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഒരു 3-4 ഐറ്റംസ് ഒക്കെ വെച്ചാലേ ചോറ് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പം അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അച്ചാറൊക്കെ നമ്മൾ ബോട്ടിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലായാൽ മാത്രം മതി. പിന്നെ അടുത്ത എൻ്റെ ബിസി ഈ ബുക്ക് കവർ ചെയ്യലാണ് കേട്ടോ. കുറച്ചധികം തന്നെ ബുക്സ് ഉണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പിറകെയാണ്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ടിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ അമ്മമാരും ഇപ്പോൾ സ്കൂൾ തുറന്നത് പ്രമാണിച്ച് എല്ലാവരും നല്ല ബിസി ആയിരിക്കും എന്നെ പോലെ തന്നെ. അപ്പോൾ എൻ്റെ മോളെപ്പോലെ തന്നെ സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാ ആശംസകളും ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.